ഗായ്സ്, ഒരു ലേസി ഡേ എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് എൻഗേജ് ആയിട്ടിരിക്കാം എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ച് വന്നത്. പക്ഷേ ഈ വീഡിയോ എങ്ങനെയായി എന്നുള്ളത് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ എടുക്കുന്നത് നവംബറിൽ എനിക്കൊരു പനി പിടിച്ചിരുന്ന സമയത്താണ് കേട്ടോ. അതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, വോയിസ് ഓവർ കൊടുത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ശബ്ദമൊന്നും നന്നായിട്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ ശബ്ദമൊന്നും നന്നായിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മിക്കവാറും 2025 ഒരു പ്രൊഡക്റ്റ് ഞാൻ 2026 റിലീസ് ചെയ്യേണ്ടി വരുമെന്ന്. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത്തിരി കഷ്ടപ്പെട്ടിട്ടായാലും ഇതങ്ങ് പോസ്റ്റ് ചെയ്തേക്കാം. അപ്പൊ എന്റെ ഈ കഷ്ടപ്പാടിന് നിങ്ങളൊരു ലൈക്ക് തരുമല്ലോ അല്ലെ. പിന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ തന്നെ കുക്കിങ്ങിലേക്ക് ആദ്യം കടന്നു കഴിഞ്ഞാൽ എനിക്ക് തന്നെ എന്നെ ബോറടിക്കും. അതുകൊണ്ട് തന്നെ ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും ആണ് കേട്ടോ എന്റെ ലേസിനെസ് മാറ്റാനും എന്നെ ഒന്ന് എൻഗേജ് ആക്കാനും എനർജറ്റിക് ആക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ആദ്യമേ ക്ലീനിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യമേ അവിടെ നിന്ന പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് രാവിലത്തെ ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു പൊതുവെ പെണ്ണുങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് സിങ്കിൽ പാത്രം കിടക്കുക എന്നുള്ളത്. അപ്പൊ അത് ആദ്യമേ തന്നെ അങ്ങ് ചെയ്ത് വെച്ച് ക്ലീൻ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു പകുതി എനർജി നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഈ പറയുന്നത് പോലെ എല്ലാം അതിൻ്റെതായ സ്ഥലത്തെടുത്ത് വെച്ച് എല്ലാം ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ വീട് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. എന്നെ സംബന്ധിച്ച് വീട് എപ്പോഴും ക്ലീൻ ആയിട്ട് അടുക്കി ഒതുക്കി ഇരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത്. അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു എനർജി അത് വല്ലാത്തൊരു എനർജിയാണ് കേട്ടോ എനിക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും എന്റെ വീട് ക്ലീൻ ആക്കി വെക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയും ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി വിരിക്കും. ചിലർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എല്ലാ 2 ദിവസം കൂടുമ്പോഴും ബെഡ്ഷീറ്റ് മാറ്റണമെന്ന്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് കേട്ടോ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റുക. ഇത് കറക്റ്റ് ആണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് എല്ലാ ആഴ്ചയും എല്ലാ തിങ്കളാഴ്ചയാണ് ഞാൻ പൊതുവേ മാറ്റാറ്. ഇനി തിങ്കളാഴ്ച മാറ്റാൻ പറ്റാത്ത ദിവസം ചൊവ്വാഴ്ചത്തേക്ക് മാറ്റും അങ്ങനെയൊക്കെ. പക്ഷെ എല്ലാ ആഴ്ചയും മാക്സിമം ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി പില്ലോ കവറൊക്കെ മാറ്റി ഒന്ന് പുതിയതായിട്ടൊക്കെ വിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ കിട്ടുക. എന്റെയൊക്കെ കൊച്ചുനാളിലെ അമ്മച്ചി ബെഡ്ഷീറ്റും തുണികളും ഒക്കെ അലക്കാൻ വേണ്ടിയിട്ട് വീടിന്റെ പിന്നമ്പുറത്തുള്ള മറ്റേ കല്ലേല് കൊണ്ടിട്ടിട്ട് അടിക്കുമ്പോ ഒക്കെ ഞാൻ അടുത്ത് പോയിരിക്കും. മറ്റേ അടിക്കുമ്പോ വെള്ളം തെറിക്കുന്നതൊക്കെ കാര്യം ശരിയാ, സോപ്പ് വെള്ളമാണ് ചെളിവെള്ളമാണ് എന്നാലും തെറിക്കുന്നതൊക്കെ നല്ല രസമാണല്ലോ. എന്നിട്ട് തോട്ടി പോയി കുളിക്കുക, ഇതൊക്കെയാണ് കേട്ടോ ഭയങ്കരമായിട്ട് എനിക്ക് മിസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അന്നും എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മച്ചിയുടെ കൂടെ പോയി ഇരിക്കുക, തുണികളൊക്കെ അലക്കുക, ഊരിപ്പിഴിയുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ. ഇപ്പൊ പക്ഷെ നമുക്ക് അതൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. എസ്പെഷ്യലി ഇവിടെ നമുക്ക് വിന്ററിൽ പുറത്ത് പോയിട്ടിട്ട് അലക്കാനൊന്നും പറ്റില്ല. വിന്ററിനല്ല സമ്മറിലും പുറത്തൊന്നും പോയിട്ടിട്ട് അലക്കാൻ പറ്റില്ല. എപ്പോഴും നമുക്ക് വാഷിംഗ് മെഷീനിലല്ലേ അലക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും കലയിലിട്ട് അലക്കുക എന്നൊക്കെ ഉള്ളതാട്ടോ. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു എല്ലാവരും വീട്ടിൽ വാഷിംഗ് മെഷീൻ ഒക്കെ വന്നു. പിന്നെ ഇത് ഞാൻ ഇഞ്ചി അരച്ചത് ക്യൂബാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ എന്റെ പഴയൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. ഇഞ്ചി അരച്ചിട്ട് ഇതിങ്ങനെ പരത്തി വെച്ച് ഓരോ പാർച്ച്മെന്റ് പേപ്പറിലും പരത്തി വെച്ചിട്ട് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് വെക്കും ഒരു കത്തി വെച്ചിട്ട്. എന്നിട്ട് പിന്നെ അത് ഫ്രോസൺ ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് അതിനെ കട്ട് ചെയ്ത് ആ കട്ട് ചെയ്ത് വെച്ച ഭാഗമൊക്കെ നമുക്ക് ഒടിച്ചൊടിച്ചെടുക്കാമല്ലോ. അപ്പൊ ഓരോ ക്യൂബ് പീസസ് ആയിട്ട് കിട്ടും. അതിനെ ഞാൻ പിന്നെ സിപ്പ് ലോക്കിലേക്ക് ആക്കിയിട്ട് ഫ്രീസറിലേക്ക് തന്നെ വെക്കുകയാണ് കേട്ടോ പതിവ്. അപ്പൊ പിന്നെ നമുക്ക് ഓരോ കറി ഉണ്ടാക്കുമ്പോഴും അതിൽ നിന്ന് ഓരോ ക്യൂബ് എടുത്തിട്ട് ആ കറിയിലേക്ക് ഇട്ടാൽ മതിയല്ലോ. അപ്പൊ ഞാൻ ചില സൈസിൽ ചെറുതായിട്ടും ചിലത് വലുതായിട്ടും വെക്കും. അപ്പൊ ചിക്കൻ ഒക്കെ ആണെങ്കിൽ വലിയ പീസസും കുഞ്ഞു കുഞ്ഞു കറികളൊക്കെ വെക്കുമ്പോൾ ചെറിയ അതിനകത്തുനിന്ന് ക്യൂബ്സും എടുത്ത് ചെയ്യാമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാൻ സാധാരണ ഇവിടെ ചെയ്ത് വെക്കുക. ഇഞ്ചി ആയാലും വെളുത്തുള്ളി ആയാലും അങ്ങനെയാണ് കേട്ടോ ചെയ്ത് വെക്കുക. ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിക്ക് മുന്നേ ചെയ്തിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഇവിടെ പിൻ ചെയ്യാം കേട്ടോ. ക്ലീനിങ് എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ നമുക്ക് പെൻഡിങ് ആയിട്ടുള്ളത് കുക്കിംഗ് ആണല്ലോ. എന്തായാലും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ പാടെ ഞാൻ എന്റെ ലേസിനെസ് ഒക്കെ മറന്നേ പോയി നല്ല എനർജറ്റിക് ആയിട്ടുണ്ട്. അപ്പൊ പിന്നെ എനർജറ്റിക് ആയിട്ട് തന്നെ കുക്കിംഗ് കൂടെ ചെയ്യാന്ന് വിചാരിച്ചു. കുക്കിംഗ് എത്ര ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും നമ്മൾ വെക്കാതെ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. അപ്പൊ പിന്നെ ഇഷ്ടമുള്ള വിഭവം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാ പരിപ്പും സ്പിനാഷും കൂടെ കറി വെച്ച് ഒപ്പം ഫിഷ് കറിയും നല്ല കോംബോയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇവിടെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്തായാലും ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. ബൈ.